ഹലോ ഗെയ്സ്, അങ്ങനെ കാത്തിരുന്ന് ട്രെൻഡിങ് തീരാറായപ്പോൾ ഞങ്ങളും ഉണ്ടാക്കി ബൺ മസ്ക. എല്ലാവർക്കും ഇപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയായിരിക്കും, കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ ഇതാണല്ലോ, ബണ്ണും മിൽക്ക് മെയ്ഡും ബട്ടർ. ഞങ്ങളും ഉണ്ടാക്കി. പക്ഷേ ബട്ടർ ഉണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. ബട്ടർ എന്ന് പറയുമ്പോൾ ഒന്നാമത് ഇവിടെ തണുപ്പും കൂടെയാണ്. ഈ തണുപ്പത്ത് ഈ ബട്ടർ എങ്ങനെയെങ്കിലും ശരിയാക്കണമല്ലോ, അലിക്കണമെന്ന് ഓർത്ത് ഞങ്ങൾ കുറേ നേരം പരിശ്രമിച്ച ശേഷമാണ് ഇങ്ങനെയെങ്കിലും ബട്ടർ കിട്ടിയത്. അതെൻ്റെ കൂട്ടൊരു സാനിയ അടിപൊളിയായിട്ട് ചെയ്തു. അവൾ സത്യം പറഞ്ഞാൽ കുറേ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടേ ഇരുന്നു. അതിനിടയ്ക്ക് ഞാൻ ഓരോന്നിങ്ങനെ ടേസ്റ്റ് ചെയ്യുമായിരുന്നുണ്ട്. കൊള്ളാവോ നോക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് അങ്ങനെ പറ്റുന്നില്ലായിരുന്നു. ഒരാളുടെ കൈ പിടിച്ചാൽ സെറ്റാകത്തുള്ളായിരുന്നു. അങ്ങനെ സാധനം വിഷം കണ്ട് വേറൊരു കൂട്ടുകാരി വന്ന് പാത്രമൊക്കെ പിടിച്ച് ബട്ടർ എങ്ങനെയോ സെറ്റാക്കി എടുത്ത്. അങ്ങനെ എൻ്റെ വേറെ കൂട്ടുകാരാണെങ്കിൽ പാവം, ഞങ്ങളുടെ റൂമിൽ 8 പേരുണ്ട്. ആ 8 പേർക്കും കൂടെ ബണ്ണൊക്കെ മുറിച്ച് അവളും സെറ്റാക്കി. അങ്ങനെ സാധനം ക്രീമൊക്കെ സെറ്റായതുകൊണ്ട് ബണ്ണിലേക്ക് ക്രീമൊക്കെ തേച്ച് എല്ലാവർക്കും ഇങ്ങനെ കുറവാണോ കൂടുതലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ സാനി അത് മൈൻഡ് ചെയ്തില്ല. ഞാൻ എല്ലാം തുല്യമായിട്ട് കൊടുക്കുന്ന രീതി അവൾ നിന്ന് ക്രീമൊക്കെ തേച്ചു എല്ലായിടത്തും. ബൺ മസ്ക എന്ന് പറയുമ്പോൾ എന്തുവാ, പുറമേ നല്ലപോലെ ക്രീം തേക്കും. ക്രീം ബട്ടൊന്നും പറയാം. സത്യം പറഞ്ഞാൽ ഞാൻ ക്രീം കഴിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് പേടമുട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റായിരുന്നു. പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു പ്രത്യേകം ടേസ്റ്റ്. പക്ഷെ ഞങ്ങൾ ഇടയ്ക്കിങ്ങനെ ക്രീം എടുത്ത് തിന്നുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. സാനി പിന്നെ ഡിസൈനൊക്കെ ചെയ്തു, ബണ്ണ് അങ്ങനെ സെറ്റാക്കി. അത്രേ ഉള്ളൂ ഗെയ്സ്, ബൈ.